ഈ റെഡ് ലൈറ്റ് ശ്രദ്ധിച്ചോ? ഇത് അമേരിക്കക്കാരുടെ ഒരു കെണിയാണ്. അവർ നമുക്ക് തരുന്നൊരു പണി. കാര്യം എന്താണെന്നല്ലേ? അമേരിക്കയിലെ ഐക്കോണിക് ഡോണറ്റ് ആൻഡ് കോഫി ഹൗസ് ചെയിനായ ക്രിസ്പി ക്രീമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഈ റെഡ് ലൈറ്റ് നമുക്ക് ഒരു ക്ഷണമാണ്. രാംനാഥൻ നാഗവല്ലിയെ ആകർഷിക്കുന്ന പോലെ ഈ റെഡ് ലൈറ്റ് നമ്മളെ ഡോണറ്റ് ഫാക്ടറിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതേ മക്കളെ, ഞങ്ങളിവിടെ ഹോട്ട് ഡോണറ്റ്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വരി വരിയായി നിരനിരയായി ചുടുചുടാന്നുള്ള ഡോണറ്റ്സ് പുറത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കായി അവ കാത്തിരിക്കുകയാണ്. കം ആൻഡ് എൻജോയ്. അതാണ് ആ ചുവന്ന ലൈറ്റിന്റെ രഹസ്യം. അപ്പൊ ചോദിക്കും, ഫ്രീ ആയിട്ട് തരുമോ എന്ന്? തീർച്ചയായിട്ടും ഒരെണ്ണം ഫ്രീ ആയിട്ട് തന്നിരിക്കും. അവർക്ക് നല്ല ഉറപ്പുണ്ട്. അത്രയ്ക്കും ചങ്കുറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സാമ്പിളും കഴിച്ചിട്ട് സ്ഥലം കാലിയാക്കൂ എന്ന്. നാട്ടിലെ ഒരു ഡോണറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു 6 ഡോണറ്റിന്റെ അത്രയും കനമാണ്. അതായത് അത്ര സോഫ്റ്റ് ആണ് കേട്ടോ. പറഞ്ഞാൽ വിശ്വസിക്കില്ല കേട്ടോ. ഞാൻ സത്യത്തിൽ എനിക്ക് ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ വായിൽ മെൽറ്റ് ഇൻ മൗത്ത് എന്നൊക്കെ പറയില്ലേ, ആ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നിയത്. ഒരെണ്ണത്തിന്റെ രുചി അറിഞ്ഞാൽ നമുക്ക് നിർത്താനേ പറ്റില്ല. ഒരു സാമ്പിളിന് വേണ്ടി ചെല്ലുന്നവർ ഒരു ഡസൻ ഡോണറ്റ്സ് ആയിട്ടായിരിക്കും സാധാരണ മടങ്ങാറ്. ഇത് വാങ്ങിയില്ലെങ്കിൽ ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കെണി. പക്ഷേ ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം വളരെ മോശമാണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്തൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഡോക്ടേഴ്സ് അപ്പോയിൻമെന്റ് തന്നെ 1.5 മാസം എടുക്കും. പിന്നെ ഡയഗ്നൈസ് ചെയ്ത് ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോൾ ഒരു 3-3.5 മാസം. അതിനുള്ളിൽ തട്ടിപ്പോവാനാണെങ്കിൽ തട്ടിപ്പോയിട്ടുണ്ടാവും. അതല്ല എങ്കിൽ അസുഖം ഭേദമായിട്ടുണ്ടാവും. ഈ ചതിയില് പ്രലോഭനത്തില് വീഴാതിരിക്കുന്നതാണ് ബുദ്ധി എന്ന് മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ പറയാൻ കാരണം കേട്ടോ, ഇത് കെണിയാണെന്ന്. എന്തായാലും ഡോണറ്റിന്റെ ഹിസ്റ്ററി ഒന്ന് നോക്കിയാലോ. ഇതൊരു ഡച്ച് വിഭവമാണ്. ഓയിലി കേക്ക് എന്നുള്ള ഡച്ച് ഡിഷാണ് ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ ഇത് ഒരു 16 വയസ്സുള്ള ഒരു പയ്യൻ അവന്റെ അമ്മ ഉണ്ടാക്കിയ ഈ സംഭവം ഫുള്ളി കുക്ക്ഡ് അല്ല എന്ന് മനസ്സിലാക്കി. നടുഭാഗം നന്നായിട്ട് വെന്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു, ഒരു ടിന്നെടുത്ത് അതിന്റെ നടുവില് ഓട്ട ഉണ്ടാക്കി. അതായത് ആ വേകാത്ത മാവ് കളഞ്ഞു. അങ്ങനെയാണ് ഇതിന്റെ ഐക്കോണിക് ഷേപ്പ് വന്നത്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഗ്ലേസ്ഡ് ഡോണറ്റ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള. ഇവർ ഓരോ തീമിനനുസരിച്ച് ക്രിസ്മസിന്റെ സമയത്ത് റെഡ് ആൻഡ് വൈറ്റ്, താങ്ക്സ് ഗിവിംഗ് ഡേ ആണെങ്കിൽ ഓറഞ്ച്, അതുപോലെ ഫാൾ കളേഴ്സിന്റെ ഇതിലൊക്കെ ഓരോരോ കാലഘട്ടത്തിലും ഓരോരോ ഷേപ്പ് കളറുകളിലാണ് ഇവരിറക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ഞാൻ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ പള്ളികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്നാക്സ്, കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ മുതിർന്നവർക്കും ഉണ്ട്, ഒരു സ്നാക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ശീലമുണ്ട്. അതെന്ന് വെച്ചാൽ സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് പള്ളിയിൽ കുറച്ച് നേരം ഒന്ന് നിന്നോട്ടെ, അല്ലെങ്കിൽ ഇനിയും അടുത്ത തവണയും വരാനുള്ള ഒരു പ്രേരണയായിട്ടാണ് നൽകുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നത് മിക്കവാറും ഡോണറ്റ്സും ഹോട്ട് ചോക്ലേറ്റും ആണ്. ഇതും അൺഹെൽത്തിയാണ്. എനിക്ക് തോന്നിയ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ പ്രലോഭനത്തിൽ പെട്ട് വീണ് പോയി കഴിഞ്ഞിട്ട് പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും കരളുറപ്പുണ്ട് എങ്കിൽ ഇതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കണം. പിന്നെ എന്ത് കെണിയാണെങ്കിലും പണിയാണെങ്കിലും ഏണി വെച്ച് മേടിക്കുന്നുണ്ടെങ്കിൽ മേടിച്ചോ, കുഴപ്പമൊന്നുമില്ല.